വരും ദിവസങ്ങളിൽ എന്താണ് വരാൻ പോകുന്നതെന്ന് കാത്തിരിക്കുക. കോൺഗ്രസ് ആയിട്ട് ഉടക്കി നിൽക്കുന്ന ആരെങ്കിലും കൊണ്ടുവരാനുള്ള നീക്കമാണോ അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങൾ പറയാൻ മനസ്സിലായി. വൈസ് പ്രസിഡന്റ് രാജിവെക്കാൻ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം തീരുമാനമാണല്ലോ. അത് എനിക്കറിയാം, നമ്മൾ ധൻഖറിനെ പോലുള്ള ആൾ തീരുമാനമെടുത്ത് ആ തീരുമാനമെടുക്കാൻ വൈകുന്നേരം ഉണ്ടായിട്ടുള്ള എന്തോ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുന്നതാണ്. ഈ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് സാഹചര്യം എന്നുള്ളത് കണ്ടറിയണം. അല്ല, ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ വൈസ് പ്രസിഡന്റ് കാലാവധിക്ക് മുൻപ് രാജിവെച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ നമുക്ക് മനസ്സിലാകാത്ത കാര്യം ഹെൽത്ത് റീസണാണെന്ന് അദ്ദേഹം പറയുന്നത്. ഞാൻ അതിനെ മാനിക്കുന്നു. പക്ഷേ ഹെൽത്ത് റീസൺ ഈ പാർലമെൻറ്റ് സമ്മേളനം തീരുന്നവരെ കാത്തിരുന്നാലും കുഴപ്പമുണ്ടാവില്ല. മാത്രമല്ല, ഇന്നലെ അദ്ദേഹം ഇന്നത്തേക്ക് BSc ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാജ്യസഭ BSc ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഇന്നത്തെ ചർച്ചകളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ചെയ്യുന്നൊക്കെ. അതിനിടയിൽ പൊടുന്നനെ അദ്ദേഹത്തിൻ്റെ രാജി വരുന്നത് ഞങ്ങളെല്ലാം സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ബോധ്യപ്പെടാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രൈം മിനിസ്റ്റർ വിദേശത്ത് പോകുന്നു, ഇവിടെ പിന്നെ പാർലമെൻറ്റ് സെഷൻ നടക്കുന്നു, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ രാജിവെക്കുന്നു പൊടുന്നനെ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയേണ്ട ഉത്തരവാദിത്തം രാജ്യത്തിനില്ലേ? ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ജുഡീഷ്യറിയിലെ നിയമനം, അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്ത ഇംപീച്ച്മെന്റ് നോട്ടീസ് എടുത്തതൊക്കെയാണ് പ്രശ്നം, അങ്ങനെ കേൾക്കുന്ന ഒരു റിപ്പോർട്ട്. അല്ല, ഞാൻ അതിന് ഊഹാപോഹങ്ങളെക്കുറിച്ച് പറയാൻ പോലും ഔദ്യോഗികമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്തായാലും വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ രാജിവെച്ചത് കേവലം ഹെൽത്ത് ഗ്രൗണ്ടിൽ മാത്രമാണെന്നൊരു കൺവിൻസിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് ആർക്കും അത് തോന്നുന്നില്ല കൺവിൻസിംഗ് ആയിട്ട്. പക്ഷെ കാത്തിരിക്കാം. വരും ദിവസങ്ങളിൽ എന്താണ് വരാൻ പോകുന്നതെന്ന് കാത്തിരിക്കാം. കോൺഗ്രസ് ആയിട്ട് ഉടക്കി നിൽക്കുന്ന ആരെങ്കിലും കൊണ്ടുവരാനുള്ള നീക്കമാണോ അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങൾ പറയാൻ മനസ്സിലായി. വൈസ് പ്രസിഡന്റ് രാജിവെക്കാൻ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം തീരുമാനമാണല്ലോ. അത് എനിക്കറിയാം, നമ്മൾ ധൻഖറിനെ പോലുള്ള ആൾ തീരുമാനമെടുത്ത് ആ തീരുമാനമെടുക്കാൻ വൈകുന്നേരം ഉണ്ടായിട്ടുള്ള എന്തോ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുന്നതാണ്. ഈ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് സാഹചര്യം എന്നുള്ളത് കണ്ടറിയണം. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്നലെ ആരുടെയും ഫോൺ എടുക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തോട് ഇത്തരം കാര്യങ്ങൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ സേവനത്തെക്കുറിച്ച് നന്ദി പറയാൻ പോലും വിളിച്ചപ്പോൾ പലരും അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള അഭിപ്രായം, അദ്ദേഹത്തിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അദ്ദേഹം തന്നെ പറയുമോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കാം. ഇത്രേ ഉള്ളൂ. അല്ല, ഇത് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ഓരോ ദിവസം കഴിയുന്തോറും ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് മൂലമുള്ള മരണം കൂടിക്കൊണ്ടിരിക്കുന്നു, ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിസ്സഹായതയോടെ നോക്കി നിൽക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ്. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ നമ്മൾ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണിത്. മന്ത്രിയോട് ഞങ്ങൾ നേരിട്ട് കണ്ട് പറഞ്ഞതാണ്. മന്ത്രി സംസ്ഥാന ഗവൺമെൻറ് തലയിലാണ് ഇതെല്ലാം കുട്ടിവെക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത് കേന്ദ്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഓരോ ദിവസം കഴിയുന്നതോറും ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ജീവൻ നഷ്ടപ്പെടുന്ന അവസാനിപ്പിക്കാനുള്ള ഗൗരവതരമായ നടപടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിനുവേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ശക്തമായ നിലപാടെടുക്കണം. ഇതാരെങ്കിലും ഉന്നയിക്കുന്നവരെ കളിയാക്കുകയാണ് സംസ്ഥാനത്തെ മന്ത്രി ചെയ്തതായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, ജോസ് കെ മാണിക്കെതിരെ പോലും അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം ഉന്നയിച്ചത് മഹാപരാധമാണോ? ഭരണകക്ഷിയാണ്, പക്ഷേ എങ്കിൽ പോലും ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഉന്നയിക്കുന്നത് മഹാപരാധമാണോ? ഇതെല്ലാവരും ഉന്നയിക്കൂലേ? ഉന്നയിക്കുന്നവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്ന് പറയുന്നത് തന്നെ തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് ഇത് ഗൗരവതരമായിട്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കണം. പാർലമെൻറ്റിൽ ഞങ്ങൾ ഇപ്രാവശ്യവും വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയം ഉന്നയിക്കും. അല്ല, പ്രിയങ്ക ഗാന്ധി അത് അവർ കാണും.